An entity has a nuclear power plant and a related decommissioning liability. നമുക്ക് എന്തുണ്ട്, ഒരു പവർ പ്ലാന്റ് ഉണ്ടല്ലേ നമ്മുടെ കയ്യിൽ. ആ പവർ പ്ലാന്റുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഒരു ഡീകമ്മീഷനിങ് ലയബിലിറ്റി ഉണ്ട്. ന്യൂക്ലിയർ പവർ പ്ലാന്റ് സ്റ്റാർട്ടഡ് ഓപ്പറേറ്റിംഗ് ഓൺ 1st April 2011 ഏപ്രിലാണ് നമ്മളെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇതിൻ്റെ ലൈഫ് എത്രയാണ്? 40 years ആണ് ലൈഫ്. ഇതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് എത്രയാണ്? 1,20,000. ദിസ് ഇൻക്ലൂഡഡ് ആൻ എമൗണ്ട് ഓഫ് ഡീകമ്മീഷനിങ് കോസ്റ്റ് ഓഫ് 10,000. എന്ന് വെച്ചാൽ എന്താണ്, ഓൾറെഡി 10,000 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി എൻട്രി എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. എൻട്രി എങ്ങനെയായിരിക്കും വരുന്നത്? നമ്മുടെ പവർ പ്ലാന്റ് അല്ലെങ്കിൽ PPE ഡെബിറ്റഡ് 1,20,000 അല്ലേ ടു ബാങ്കിൽ ബാക്കി പൈസ ആയിരിക്കും പോയിട്ടുണ്ടാകുക. 1,10,000 ആയിരിക്കും പോയിട്ടുണ്ടാകുക. ബാക്കി 10,000 നമ്മൾ പ്രൊവിഷനായിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകുക അല്ലേ. ഇതല്ല അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും 1,20,000 മേലെ ആഡ് ചെയ്യേണ്ട, കാരണം അതിൻ്റെ അകത്ത് ഓൾറെഡി പ്രൊവിഷൻ ഇൻക്ലൂഡഡ് ആണ് എന്നാണ് അവർ പറയുന്നത്. ക്ലിയർ അല്ലേ? ഇത് ക്ലിയർലി എവിഡൻ്റ് അല്ല ബാങ്കിൽ നിന്ന് എത്രയാണ് പോയെന്ന്, പക്ഷേ അങ്ങനെ ആയിരിക്കാം പ്രോബബ്ലി സംഭവിച്ചിട്ടുണ്ടാകും. ഓക്കെ, ഇനി നോക്കിയേ, ഈ 10,000 അപ്പോൾ അവർക്ക് എങ്ങനെ കിട്ടിയതെന്ന് അറിയണ്ടേ? എങ്ങനെ അവർക്ക് കിട്ടിയത്? 7,400 എന്ന് പറയുന്ന അവരുടെ ഒരു എസ്റ്റിമേറ്റ് അല്ലേ. അതായത് 40 yearsന് ശേഷം അവർ എസ്റ്റിമേറ്റ് ചെയ്യുവാണ്. ഇയർ 0 ഈ എൻട്രി അല്ല ഇടുന്നത് അല്ലേ. ഇയർ 0 ഈ എൻട്രി ഇടുന്നത്. ഇയർ 0 നിന്നുകൊണ്ട് അവരെന്ത് ചെയ്യുവാണ്? എസ്റ്റിമേറ്റ് ചെയ്യുവാണ്. 40th ഇയറിൽ ഒരു 7,400 അവർക്ക് പേ ചെയ്യേണ്ടി വരുമായിരിക്കും. ഈ 7,400 പേ ചെയ്യേണ്ടി വരുമായിരിക്കും. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. വിച്ച് റെപ്രസെൻറ്റ് 7,400 ഇൻ എസ്റ്റിമേറ്റഡ് ക്യാഷ് ഫ്ലോ പേയബിൾ ഇൻ 40 years ഡിസ്കൗണ്ടഡ് അറ്റ് ആൻ അഡ്ജസ്റ്റഡ് റിസ്ക് അഡ്ജസ്റ്റഡ് റേറ്റ് ഓഫ് 5%. മനസ്സിലായോ? അതായത് 5% വെച്ചിട്ട് അവരിതിനെ എന്ത് ചെയ്തു? ഡിസ്കൗണ്ട് ചെയ്ത് കണ്ടുപിടിച്ച വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? 10,000 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടി അവർ ഡിസ്കൗണ്ടിങ്ങും എല്ലാം ചെയ്ത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് വാല്യൂ എല്ലാം തന്നു. അപ്പോൾ നമ്മുടെ ഓപ്പണിങ്ങിലെ പ്രൊവിഷൻ്റെ ബാലൻസ് എത്രയാണ്? 10,000 ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ബാക്കി ഡാറ്റ നോക്കാം. ദ എൻറ്റിറ്റീസ് ഫിനാൻഷ്യൽ ഇയർ എൻഡ്സ് ഓൺ 31st March. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ വേണം നിങ്ങളുടെ അസംഷൻ എപ്പോഴും പോകാനായിട്ട്. ഓക്കെ, 31st March ആണ് നമ്മുടെ ഇയർ എൻഡ് എന്ന് വേണം നമ്മുടെ അസംഷൻ പോകാനായിട്ട്. എവിടെയെങ്കിലും ഡിസംബർ ആണ് ഇയർ എൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തോണം. ഓക്കെ, അസ്യൂം ദാറ്റ് എ മാർക്കറ്റ് ബേസ്ഡ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ വാല്യുവേഷൻ of 1,15,000 is obtained at 31st March 2014. ഓക്കെ, ഞാൻ പറയാം, ബാക്കി കൂടെ വായിച്ചേ. ദിസ് വാല്യുവേഷൻ ഈസ് ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് an allowance of 11,500 for decommissioning cost which represent no change to the original estimate after unwinding of 3 years discount. എന്തെങ്കിലും മനസ്സിലായോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവരെന്തോ പറയുന്നത്, ഒരു മാർക്കറ്റ് ബേസ്ഡ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ വാല്യുവേഷൻ കണ്ടുപിടിച്ചു എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? ഫെയർ വാല്യൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത്രേ ഉള്ളൂ. മാർക്കറ്റിൻ്റെ ഡേറ്റ വെച്ചിട്ട് അവർ ക്യാഷ് ഫ്ലോ ഒക്കെ ഡിസ്കൗണ്ട് ചെയ്ത് എന്തോ ഒരു വാല്യുവേഷൻ കണ്ടുപിടിച്ചു എന്ന് വെച്ചാൽ ഒരു വാല്യൂ കണ്ടുപിടിച്ചു, ഫെയർ വാല്യൂ കണ്ടുപിടിച്ചു. ഫെയർ വാല്യൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഫെയർ വാല്യൂ കണ്ടുപിടിച്ചു 1,15,000. ഇതെന്നാ കണ്ടുപിടിക്കുന്നത്? 2014. എത്ര വർഷം കഴിഞ്ഞു? 3 years അല്ലേ. 12, 13, 14 അല്ലേ, 3 years കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആ ഡേറ്റിലേക്ക് എത്താം. എന്നിട്ട് നമുക്ക് ആലോചിക്കാം ഇവർ പറയുന്ന ഡേറ്റാസ് എന്താണ്. അപ്പോൾ ആദ്യം നമ്മൾ എങ്ങോട്ട് എത്തുന്നു? 31st March 2014 എത്തുന്നു. എഴുതി തുടങ്ങാമോ? സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്തായാലും ആദ്യം നമുക്ക് PPE പറ്റി എഴുതാം. PPE പറ്റി എഴുതാം. PPEക്ക് എന്താണ് സംഭവിക്കുന്നത് നമുക്കൊന്ന് എഴുതി നോക്കാം. ഇപ്പോഴത്തെ സൈഡിൽ നമുക്ക് എന്ത് എഴുതണം? പ്രൊവിഷനെ പറ്റി എഴുതണം. ഓക്കെ, നമുക്ക് ആദ്യം എന്താ കണ്ടുപിടിക്കണ്ടേ? നമുക്ക് ആദ്യം ഇനീഷ്യലി PPEയുടെ കോസ്റ്റ് എത്രയാണ്? കോസ്റ്റ് അസ് ഓൺ 1/4/2011. 1/4/2011 കോസ്റ്റ് എത്രയാണ്? PPEയുടെ കോസ്റ്റ് ഓപ്പണിങ്ങിലെ 1,20,000 അല്ലേ. 1,20,000 ആണ് PPEയുടെ കോസ്റ്റ് എന്ന് പറയുന്നത്. എങ്ങനെയും സ്ഥലം ഉണ്ടാക്കുക. ഓക്കെ, PPEയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 1,20,000 ആണ് വരുന്നത്. ഈ PPEക്ക് എന്താ സംഭവിക്കുന്നത്?
നമുക്ക് എന്താ നമ്മൾ 31/3/2014 പോവുക. അതിലേക്ക് എത്തിക്കാനായിട്ട് പി പിക്ക് എന്ത് സംഭവിക്കും? ഡിപ്രീസിയേഷൻ വരും. ലെസ് ഡിപ്രീസിയേഷൻ. എത്ര നാളത്തെ ഡിപ്രീസിയേഷൻ വേണം? 3 ആണോ 4 ആണോ? 3 years അല്ലേ? കാരണം 31/3/2014 നമുക്ക് എത്തേണ്ടത്. ഡിപ്രീസിയേഷൻ ഫോർ 3 years. 1,20,000 ഡിവൈഡഡ് ബൈ ലൈഫ് എത്രയാ? 40 ഇൻറ്റു 3. 9,000 ആണോ വരുന്നത്? കിട്ടിയോ? ക്യാരിങ് എമൗണ്ട് ഓൺ 31/3/2014. ക്ലിയർ അല്ലേ ഇവിടം വരെ? ഓക്കെ. പ്രൊവിഷൻ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഓപ്പണിംഗ് ബാലൻസ് അസ് ഓൺ 1/4/2011 എത്രയാണ് പ്രൊവിഷൻ്റെ? പ്രൊവിഷൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 10,000 അല്ലേ? നിങ്ങൾ എഴുതുന്ന കാരണം പറയാത്തതാണോ അതോ മനസ്സിലാകാത്ത കാരണമാണോ? എഴുതുന്ന കാരണമാണല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? പ്രൊവിഷൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 10,000. പ്രൊവിഷൻ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലേ? ഇൻട്രസ്റ്റ് ഉണ്ടാവും. 3 വർഷത്തെ ഇൻട്രസ്റ്റ് വരും. ഓക്കെ. നമുക്ക് ആ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നില്ല. ഏറ്റവും ബെറ്റർ എന്താണ്? നേരെ ക്ലോസിംഗ് ബാലൻസിലേക്ക് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ അല്ലേ? അതെങ്ങനെയാണെന്ന് അറിയാമോ എല്ലാവർക്കും? എഴുതിക്കുക തൽക്കാലം. ക്ലോസിംഗ് ബാലൻസ് അസ് ഓൺ 31/3/2014 ഈസ് ഈക്വൽ ടു, ഒന്നാമത്തെ കാര്യം അവർ ക്വസ്റ്റ്യനിൽ അത് നേരിട്ട് തന്നിട്ടില്ല എങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. ഓക്കെ. ക്ലോസിംഗ് ബാലൻസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ലേ, നിങ്ങൾ എമൗണ്ട് പ്രിൻസിപ്പിൾ തന്നിട്ട് എമൗണ്ട് കണ്ടുപിടിക്കുന്ന പരിപാടി, അതായത് കോമ്പൗണ്ടിങ് ചെയ്യുന്ന പരിപാടി. 10,000 മേലെ എന്ത് ചെയ്യണം? ഇൻറ്റു 1.05 അല്ലേ? ഡിസ്കൗണ്ട് റേറ്റ് 5% അല്ലേ? 1.05 റേസ് ടു 3 ചെയ്താൽ പോരെ? ഇതറിയാവോ എല്ലാവർക്കും? അറിയില്ല. അതായത് നമ്മുടെ കയ്യിൽ ഓപ്പണിംഗ് ബാലൻസ് എത്രയുണ്ട്? 10,000 ഉണ്ട്. 10,000 മേലെ ഇൻട്രസ്റ്റ് വരും. 10,000 മേലെ 5% ഇൻട്രസ്റ്റ് വരും. എത്രയാണ് 5% വരുന്നത്? 10,000 ഇൻറ്റു 5% 500 വരും. അങ്ങനെ ഇതെന്തായി മാറും? 10,500 ആയി മാറും. പിന്നെ 10,500 മേലെയാണ് ഇൻട്രസ്റ്റ് വരുന്നത്. ഇൻറ്റു അതിൻ്റെ 5% വരും. അങ്ങനെ ഇൻട്രസ്റ്റ് ഇങ്ങനെ കോമ്പൗണ്ട് ചെയ്ത് കൂടി പോകുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 10,000 ഇൻറ്റു 1.05 ചെയ്താൽ എന്ത് സംഭവിക്കും? 10,000 വാല്യൂ ആഫ്റ്റർ 1 year കിട്ടത്തില്ലേ? മനസ്സിലായോ? അതിൻ്റെ മേലെ പിന്നെയും ഇൻറ്റു 1.05 ചെയ്ത് എന്ത് കിട്ടും? ആഫ്റ്റർ 2 year കിട്ടത്തില്ലേ? അങ്ങനെ ആഫ്റ്റർ 3 year കിട്ടുവാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 1.05 റേസ് ടു 3 ചെയ്താൽ പോരെ? മനസ്സിലായോ? അതായത് 10,000 ഇയർ 0 നിൽക്കുവാണ്. ഈ 10,000 നമ്മൾ ഇയർ 3 എത്തിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു തവണ 1.05 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ഒരു തവണയും കൂടി 1.05 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ഒരു തവണയും കൂടി 1.05 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 1.05 റേസ് ടു 3 ചെയ്യുക. ഡിസ്കൗണ്ടിങ്ങിൻ്റെ ഓപ്പോസിറ്റ് കോമ്പൗണ്ടിങ്. കൺഫ്യൂഷനുള്ള ആരെങ്കിലും ഉണ്ടോ? ക്ലിയർ ആയല്ലോ? നമ്മൾ നേരെ ആയ എമൗണ്ടിലേക്ക് പോവുക. കാരണം ഇടയ്ക്കുള്ള ഇൻട്രസ്റ്റ് ഒന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ആ ഡേറ്റിലെ ബാലൻസ് മാത്രം നമുക്ക് അറിയാം. ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പോയാൽ പിന്നെ നിങ്ങൾ മൈനസ് ഒക്കെ ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത്? 576 അല്ലേ? അത് റൗണ്ട് ചെയ്ത് 11,600 ആക്കുക. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഇത് റൗണ്ട് ചെയ്ത് 11,600 ആക്കുക. ഇത് സത്യം പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം ക്വസ്റ്റ്യനിൽ ഇത് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ എങ്ങാനും തന്നില്ല എങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാനിത് കാണിച്ചു തന്നേ ഉള്ളൂ. ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? 10,000 ഇതങ്ങ് കുറച്ചാൽ മതി. അപ്പോൾ പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് അറിയാം. ഇൻട്രസ്റ്റ് നമുക്ക് ആവശ്യമില്ല. നമുക്കിപ്പോൾ ആ ഡേറ്റിലെ ബാലൻസുകൾ അറിഞ്ഞാൽ മതി. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഇനി ഒന്ന് എടുത്തേ. ഈ മാർക്കറ്റ് ബേസ്ഡ് വാല്യുവേഷൻ അവിടെ നിൽക്കട്ടെ. അതിൻ്റെ താഴെ ഒരു കാര്യം പറയുന്നതുണ്ടോ? ദിസ് വാല്യുവേഷൻ ഈസ് ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് ആൻ അലവൻസ് ഓഫ് 11,600 ഫോർ ഡീകമ്മീഷനിങ് കോസ്റ്റ്. അതോടെ നിൽക്കട്ടെ. അതിൻ്റെ താഴെ വായിച്ചു നോക്കി. 11,600 റെപ്രസെൻറ്റ്സ് നോ ചേഞ്ച് ഇൻ ദ ഒറിജിനൽ എസ്റ്റിമേറ്റ് ആഫ്റ്റർ അൺവൈൻഡിങ് ഓഫ് 3 years ഡിസ്കൗണ്ട്. അതായത് ഈ 10,000 നമ്മൾ 3 വർഷം അൺവൈൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 11,600 എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ICAI എല്ലാ വാല്യൂസിനെയും എന്താണ് ഇൻ ഹൺഡ്രഡ്സിലേക്ക് റൗണ്ട് ചെയ്താണ് എടുത്തേക്കുന്നത്.
അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂം ഇൻ 100 റൗണ്ട് ചെയ്തു. ഇനി കിട്ടാൻ പോകുന്ന വാല്യൂസും ഇൻ 100 റൗണ്ട് ചെയ്താണ് എടുത്തേക്കുന്നത്. അത് ഈ ക്വസ്റ്റിൻ്റെ മാത്രം പ്രത്യേകതയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിക്കരുത്, എളുപ്പമാക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ റൗണ്ട് ചെയ്ത് എടുക്കുക. ഇനി വരുന്ന സ്ഥലങ്ങളിൽ ഞാൻ പറയാം, നമ്മൾ ഇടയ്ക്കിടയ്ക്കെല്ലാം ഇത് റൗണ്ട് ചെയ്ത് ഫ്രണ്ടിലേക്ക് ആക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്തായാലും നമുക്ക് കിട്ടിയ ഡേറ്റ അല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ICA തന്നേക്കുന്ന ഡേറ്റയാണ് 11,600 ആണ്. എക്സാമിനാണെങ്കിൽ ഈ കാൽക്കുലേഷൻ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. നേരെ ക്ലോസിംഗ് ബാലൻസ് as on 31/3/2014 ഈസ് ഈക്വൽ ടു 11,600 എന്ന് നേരെ എഴുതി വെച്ചാൽ മതി. ഇത്രയും ക്ലിയർ ആയോ? അതിൻ്റെ മേളിലുള്ള സാധനം ഞാൻ പറയാം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ PP ഇരിക്കുവാണ്, നമ്മുടെ പ്രൊവിഷനും ഇങ്ങനെ ഇരിക്കുവാണ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളൊരു ഡിസ്കൗണ്ടഡ് മാർക്കറ്റ് ബേസ്ഡ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ വാല്യുവേഷൻ ഓഫ് 1,15,000 കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ആദ്യം തന്നെ ആ ക്വസ്റ്റ്യൻ്റെ ഏറ്റവും ലാസ്റ്റ് പോയി നോക്കി എന്തുവാ റിക്വയർമെൻറ്റ് നോക്കി. എക്സാമിൻ ഹൗ വിൽ ദ എൻറ്റിറ്റി അക്കൗണ്ട് ഫോർ ദ എബോവ് ചേഞ്ച് ഇൻ ഡീകമ്മീഷൻ ലയബിലിറ്റി എന്നാണ് ചോദ്യം. പക്ഷേ നമുക്ക് ഇതുവരെ ഡീകമ്മീഷൻ ലയബിലിറ്റിയുടെ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല, നമ്മൾ അതിലേക്കൊക്കെ എത്താൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും നമുക്ക് ആദ്യമേ തൊട്ട് ജസ്റ്റ് ഒന്ന് എഴുതി പോയാലേ അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, ബാക്കി കൂടെ വായിച്ച് ഇഫ് റീവാലുവേഷൻ മോഡൽ. അപ്പോൾ ഡീകമ്മീഷൻ ലയബിലിറ്റിയുടെ ചേഞ്ച് വന്നാൽ റീവാലുവേഷൻ മോഡലാണെങ്കിൽ അതനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി അതിനുള്ള വേറൊരു ഹിൻ്റാണ്, റീവാലുവേഷൻ മോഡലാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഡിസ്കൗണ്ടഡ് ബേസ്ഡ് ക്യാഷ് ഫ്ലോ വാല്യുവേഷൻ എന്നൊക്കെ പറഞ്ഞുള്ള ഡേറ്റയൊക്കെ തരുന്നത്. അതായത് ഫെയർ വാല്യൂ ആണ് അവർ നമുക്ക് തന്നിരിക്കുന്നത്. ഇത്രയും ക്ലിയർ ആണോ? സ്റ്റെപ്പായിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ റീവാലുവേഷൻ മോഡലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മൾ റീവാല്യൂ ചെയ്യുന്നത് എന്നാണ്? 31/3/2014 നമ്മൾ എന്ത് ചെയ്യുന്നത്? റീവാല്യൂ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒരു PP നമ്മുടെ കയ്യിലുണ്ട്, ഒരു പ്രൊവിഷൻ നമ്മുടെ കയ്യിലുണ്ട്. PP ഇങ്ങനെ അക്കൗണ്ട് ചെയ്ത് പോവുകയാണ്, പ്രൊവിഷൻ ഇങ്ങനെ അക്കൗണ്ട് ചെയ്ത് പോവുകയാണ്. ഒരു ഡേറ്റിലെത്തിയപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? റീവാലുവേഷൻ ചെയ്യുവാണ്. ഈ റീവാലുവേഷൻ ചെയ്യാൻ നേരത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കും, ഈ PP അല്ലെങ്കിൽ ഈ പവർ പ്ലാന്റ് വാങ്ങിക്കാനായിട്ട് ഒരു ബയ്യർ നമ്മുടെ അടുത്ത് വന്നാൽ അയാൾ എത്ര രൂപയായിരിക്കും കോട്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത്ര ഓക്കെ ആണോ? ഒരു ബയ്യർ നമ്മുടെ അടുത്ത് ഇത് വാങ്ങിക്കാൻ വന്നാൽ എത്ര രൂപയായിരിക്കും കോട്ട് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ സപ്പോസ് ഇപ്പോൾ ഇവന് ഒരു പവർ പ്ലാന്റ് ഉണ്ട്, ഞാൻ ഇവൻ്റെ പവർ പ്ലാന്റിൽ ചെന്നിട്ട് ഒരു പൈസ കോട്ട് ചെയ്യുവാണ്. പൈസ കോട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുവാണ് ആ പവർ പ്ലാന്റിന് ഒരു 10,000 രൂപ വർത്തുണ്ടെന്ന് തോന്നുവാണ്. ഓക്കെ, 10,000 രൂപ വർത്തുണ്ടെന്ന് തോന്നുവാണ് എനിക്ക്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ എന്താണ്, ഈ പവർ പ്ലാന്റിൻ്റെ എൻഡിലാവുമ്പോൾ, ലൈഫിൻ്റെ എൻഡാകുമ്പോൾ എനിക്കൊരു പേയ്മെൻറ്റ് നടത്തേണ്ടി വരും എക്സ്ട്രാ. അതെൻ്റെ കയ്യിൽ നിന്ന് പിന്നീട് പോകും. അപ്പം ഞാൻ എന്ത് ചെയ്യും? അതും കൂടി കൺസിഡർ ചെയ്തിട്ടല്ലേ ഇവൻ എമൗണ്ട് കോട്ട് ചെയ്യത്തുള്ളൂ. പവർ പ്ലാന്റിൻ്റെ വർത്ത് എന്ന് പറയുന്നത് 10,000 ആണെങ്കിലും ഞാൻ ഇവന് 10,000 കൊടുക്കത്തില്ല. ഞാൻ പറയും ഇതിൻ്റെ വർത്ത് 10,000 ആണ്, ശരി അവിടെ നിൽക്കട്ടെ. പക്ഷേ എന്താണ് സംഭവം? ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ലാസ്റ്റ് എന്തുണ്ടോ, എനിക്കൊരു ഡീകമ്മീഷനിങ് ലയബിലിറ്റി വരും. അത് പിന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ ലയബിലിറ്റി വരുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു ഡീകമ്മീഷനിങ് ലയബിലിറ്റി വരും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വാല്യൂ കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടേ ഞാൻ ഇവന് കോട്ട് ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? ഞാൻ ഇവനോട് എൻ്റെ 10,000 പേ ചെയ്യത്തില്ല, കാരണം എനിക്ക് എന്തോ ഒരു ഒബ്ലിഗേഷൻ കൂടെ ഉണ്ട്. അപ്പോൾ ഒബ്ലിഗേഷൻ കൂടി കൺസിഡർ ചെയ്ത് ഞാൻ ഒറ്റയടിക്ക് പവർ പ്ലാന്റ് മാത്രമല്ല അവൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്നത്, എന്തും എടുക്കുന്നുണ്ട്, ഈ പറയുന്ന ലയബിലിറ്റിയും കൂടി അവൻ്റെ കയ്യിൽ നിന്ന് ടേക്ക് ഓവർ ചെയ്യുവാണ്. മനസ്സിലായോ? പവർ പ്ലാന്റ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ലയബിലിറ്റി വരും. അപ്പോൾ ഈ ഒബ്ലിഗേഷൻ കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള റെഡ്യൂസ്ഡ് എമൗണ്ടേ ഞാൻ ഇവന് കോട്ട് ചെയ്യത്തുള്ളൂ. ഇത്രയും മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഈ 1,15,000 എന്ന് പറയുന്നത് അതുപോലത്തെ ഒരു റെഡ്യൂസ്ഡ് എമൗണ്ട് ആണെന്നാണ് അവർ പറയുന്നത്. ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. അസ്യൂം ദാറ്റ് എ മാർക്കറ്റ് ബേസ്ഡ് discounted cash flow valuation of 1,15,000 is obtained. This valuation is after deduction of an allowance of 11,600 for decommissioning cost. ഞാൻ നേരെ 7,400 റെഡ്യൂസ് ചെയ്യത്തില്ല, കാരണം ഇപ്പം ആ 7,400 വാല്യൂ എത്രയാണ്? 11,600. ഇപ്പോഴാണ് ഞാൻ ഇവൻ്റെ ഇന്ന് സാധനം വാങ്ങുന്നത്. അപ്പം 4th ഇയറിൻ്റെ എൻഡിലെ ഡീകമ്മീഷൻ ലയബിലിറ്റിയുടെ വാല്യൂ എത്രയാണോ അത് റെഡ്യൂസ് ചെയ്തിട്ടായിരിക്കും ഞാൻ ഇവന് കോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തൽക്കാലം ഇങ്ങനെ ഒന്ന് എഴുതിക്കേ. ലെറ്റ് fair value of power plant alone be x. മനസ്സിലാൻ വേണ്ടി ഞാൻ എലോൺ എന്നൊക്കെ എഴുതി, എക്സാമിന് അങ്ങനെ എഴുതണമെന്നില്ല. പവർ പ്ലാന്റിൻ്റെ മാത്രം ഫെയർ വാല്യൂ നമുക്ക് കറക്റ്റ് അറിയത്തില്ല. ആഫ്റ്റർ റെഡ്യൂസിങ് ഡീകമ്മീഷൻ ലയബിലിറ്റിയെ നമുക്ക് അറിയത്തുള്ളൂ. മനസ്സിലായോ? പവർ പ്ലാന്റിൻ്റെ വാല്യൂ മാത്രമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുവാണ്. ഓക്കെ, ഇതോടെ അപ്പോൾ ഈ എക്സിൽ നിന്ന് ഞാൻ 11,600 കുറച്ചിട്ടാണ് ഞാൻ എന്ത് കോട്ട് ചെയ്യുന്നത്? 1,15,000 എന്ന് പറയുന്ന പ്രൈസ് കോട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ഏതോ ഒരു വാല്യൂ ആ പവർ പ്ലാന്റിനുണ്ട്. ആ പവർ പ്ലാന്റിൻ്റെ വാല്യൂവിൽ നിന്ന് ഡീകമ്മീഷനിങ് ലയബിലിറ്റിയുടെ വാല്യൂ കുറച്ചിട്ടാണ് ഞാൻ അവൻ എന്ത് കോട്ട് ചെയ്യുന്നത്? 1,15,000 കോട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് 1,15,000 ഈസ് ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് ദ വാല്യൂ ഓഫ് ഡീകമ്മീഷൻ ലയബിലിറ്റി ഓഫ് 11,600. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഫെയർ വാല്യൂ അല്ലെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1,15,000
പ്ലസ് 11,600. ആ പവർ പ്ലാന്റിന് ശരിക്കും 1,26,600 വാല്യൂ ഉണ്ട്. മനസ്സിലായോ? നമ്മൾ ഡീകമ്മീഷൻ ലയബിലിറ്റിനെ ഫെയർ വാല്യൂ ചെയ്യുന്നില്ല, പവർ പ്ലാന്റിനെ മാത്രമാണ് ഫെയർ വാല്യൂ ചെയ്യുന്നത്. സോ പവർ പ്ലാന്റിൻ്റെ മാത്രം ഫെയർ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. പക്ഷേ അയാൾ കോട്ട് ചെയ്യുന്ന പ്രൈസ് ഈസ് ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് ഡീകമ്മീഷൻ ലയബിലിറ്റി. അതുകൊണ്ട് നമ്മൾ അതിന് മുമ്പുള്ള പവർ പ്ലാന്റിൻ്റെ പ്രൈസ് കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നേരെ ഇത്ര ഓർക്കുക, നമുക്ക് ഡീകമ്മീഷൻ ലയബിലിറ്റി ഉള്ള ഒരു കേസിലാണ് റീവാലുവേഷൻ നടക്കുന്നതെങ്കിൽ നേരെ തന്നിരിക്കുന്ന എമൗണ്ട് ഫെയർ വാല്യൂ ആയിട്ട് എടുക്കരുത്. അതിൻ്റെ കൂടെ അന്നത്തെ ഡേറ്റിലെ ഡീകമ്മീഷൻ ലയബിലിറ്റിയുടെ വാല്യൂ കൂടെ ആഡ് ചെയ്ത വാല്യൂവേ ഫെയർ വാല്യൂ ആയിട്ട് എടുക്കാവൂ. ഇതാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫെയർ വാല്യൂ. നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാരിങ് എമൗണ്ട് എത്രയാണ്? പി പിയുടെ 1,11,000 അല്ലേ? അപ്പോൾ പിന്നെ നമ്മുടെ എത്രയാണ് റീവാലുവേഷൻ സർപ്ലസ് എത്രയാണെന്ന് നമുക്ക് എഴുതാം. എഴുതിക്കോ, റീവാലുവേഷൻ സർപ്ലസ്. റീവാലുവേഷൻ സർപ്ലസ് ഈസ് ഈക്വൽ ടു 1 എത്രയാണ്? 1 നമ്മുടെ ഫെയർ വാല്യൂ എത്രയാണ്? ഫെയർ വാല്യൂ മൈനസ് ക്യാരിങ് എമൗണ്ട് അല്ലേ? ഫെയർ വാല്യൂ മൈനസ് ക്യാരിങ് എമൗണ്ട്. ഫെയർ വാല്യൂ എത്രയാണ്? 1,26,600. ക്യാരിങ് എമൗണ്ട് 1,11,000. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? 15,600 അല്ലേ? എൻട്രി ഒന്നും എഴുതണ്ട, 15,600. ഓക്കെ, ഇത് നമ്മൾ എവിടെയായിരിക്കും ചാർജ് ചെയ്യുന്നത്? പറയാമോ? ഇതെന്താ, അപ്വേർഡ് ആണോ ഡൗൺവേർഡ് ആണോ? അപ്വേർഡ് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യമായിട്ടല്ലേ റീവാല്യൂ ചെയ്യുന്നത്. ആദ്യമായിട്ട് അപ്വേർഡ് ആണെങ്കിൽ നമ്മൾ റീവാലുവേഷൻ റിസർവിലായിരിക്കണം ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ബ്രാക്കറ്റിൽ എഴുതി വെക്കുക, റീവാലുവേഷൻ റിസർവ് OCI. റീവാലുവേഷൻ റിസർവ് OCI. ഓക്കെ, ഇപ്പോഴും ചേഞ്ച് ഇൻ ഡീകമ്മീഷൻ ലയബിലിറ്റി ആയിട്ടില്ല. എഴുതി പോകുമ്പോൾ നിങ്ങൾ വീട്ടിൽ ചെന്ന് എഴുതുമ്പോൾ ഇത്രയും ടൈമൊന്നും എടുക്കത്തില്ല. ആ കാര്യം പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ് ഇത്രയും ടൈം എടുത്തത്. പടപടാന്ന് പൊക്കോളും. ഓക്കെ, ICI ഒരു സമ്മറി ഓഫ് ബാലൻസസ് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് അതൊന്ന് എഴുതാം ഈ ഡേറ്റിൽ. അപ്പോൾ പിന്നെ നമുക്ക് മേളത്തെ ഡേറ്റയിലേക്കൊന്നും നോക്കണ്ട, താഴേക്ക് മാത്രം നോക്കിപ്പോയാൽ മതി. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എഴുതുക സമ്മറി. ബാലൻസ് ഷീറ്റ് ആംഗിളിലാണ് പിടിച്ചേക്കുന്നത്, ബാലൻസ് ഷീറ്റ് അപ്രോച്ച്. ബാലൻസ് ഷീറ്റിൻ്റെ ആംഗിളിൽ നമ്മൾ ജസ്റ്റ് ഒരു സമ്മറി എഴുതുവാണ്. ബാലൻസ് ഷീറ്റ് അപ്രോച്ച് പിടിച്ചിട്ട് ഒരു സമ്മറി എഴുതുവാണ്. ഓൺ 31/3/14 ബാലൻസുകളുടെ ഒരു സമ്മറിയാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അല്ലെങ്കിൽ സമ്മറി ഓഫ് ബാലൻസസ് എന്ന് എഴുതിയാലും മതി. ഇതുവരെയുള്ള എല്ലാ ബാലൻസുകളുടെ ഒരു സമ്മറി നമ്മൾ എഴുതി വെക്കുവാണ്. അതായത് നമ്മുടെ PPയുടെ ബാലൻസ് ഇപ്പോൾ എത്രയായിരിക്കും? PPയുടെ ബാലൻസ് സമ്മറി ഓൺ 31/3 എന്ന് എഴുതിയാൽ മതി നിങ്ങൾ. എന്നിട്ട് PPയുടെ ബാലൻസ് എത്രയാണ്? 1,26,600 ആയില്ലേ ഇപ്പം? ഓക്കെ, നമ്മുടെ പ്രൊവിഷൻ്റെയോ? 11,600. പ്രൊവിഷനൊന്നും നമ്മൾ മാറ്റുന്നൊന്നുമില്ല, വേറെ ഒരു ചേഞ്ചും അവിടെ വരുത്തുന്നില്ല. നമ്മൾ PPനെ റീവാല്യൂ ചെയ്തത് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് വരണം? ഒരു റീവാലുവേഷൻ റിസർവ് വരണ്ടേ? എത്രയാണ് റീവാലുവേഷൻ റിസർവ്? 15,600. ഓക്കെ, പിന്നെന്താ ഉള്ളത്? പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ട്. നമ്മൾ എക്സ്ട്രാക്റ്റ് പോലെ റീറ്റെയിൻ ഏർണിങ്സിൻ്റെ ഇതുവരെയുള്ള ഡേറ്റാസിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ്. എന്തിനാണ് ഇത് ചെയ്തേക്കുന്നതെന്നൊന്നും ആർക്കും അറിയത്തില്ല. ICI ചെയ്തു, അതുകൊണ്ട് നമ്മൾ എഴുതുന്നു മാത്രം. ഓക്കെ, വലിയ റെലവൻസ് ഒന്നുമില്ല, പക്ഷേ ചുമ്മാ എഴുതുന്നേ ഉള്ളൂ. റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചാർജ് ചെയ്തിട്ടുള്ള എൻറ്റയർ എക്സ്പെൻസുകൾ, ഇതുവരെ നമ്മൾ P&Lലേക്ക് വിട്ടിട്ടുള്ള എൻറ്റയർ എക്സ്പെൻസുകളുടെ ക്യുമുലേഷനാണ് റീറ്റെയിൻ ഏർണിങ്സ് വരുന്നത്. അപ്പോൾ ഇതുവരെ 4 ഇയേഴ്സ് അല്ല 3 ഇയേഴ്സോ, എത്ര വർഷം? 3 ഇയർ അല്ലേ? ഇതുവരെയുള്ള 3 ഇയറിൽ നമ്മൾ എത്രയാണ് മൊത്തം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തേ? 9,000 അല്ലേ നമ്മൾ മൊത്തം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തത്? അതെല്ലാം P&L അക്കൗണ്ടിൽ പോയി അത് ക്ലോസ് ചെയ്ത് റീറ്റെയിൻ ഏർണിങ്സിലേക്കല്ലേ പോകുന്നത്? മനസ്സിലായി? ഇത് ബാലൻസ് ഷീറ്റ് ആംഗിളിൽ എഴുതിയേക്കുക. അപ്പോൾ പിന്നെ റീറ്റെയിൻ ഏർണിങ്സിൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും നാളത്തെ ഡിപ്രീസിയേഷൻ്റെ എല്ലാം ക്യുമുലേറ്റീവ് റീറ്റെയിൻ ഏർണിങ്സിൽ കാണും. എത്ര? 9,000 ഒരു എക്സ്പെൻസ് റീറ്റെയിൻ ഏർണിങ്സിൽ കാണും അല്ലേ? 9,000 ഒരു എക്സ്പെൻസ് റീറ്റെയിൻ ഏർണിങ്സ് ആണെങ്കിൽ ബാലൻസുകൾ ഇങ്ങനെ എഴുതിയാൽ മതി. ഡെബിറ്റ്, ക്രെഡിറ്റ്. ഇതെന്താണ്? ക്രെഡിറ്റ്. ഇനി എഴുതാൻ പോകുന്ന ഒരു ഡെബിറ്റ് ബാലൻസ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. 9,000 ഒരു ഡിപ്രീസിയേഷൻ ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ P&L പോകുന്നേ. ഇൻട്രസ്റ്റ് പോകത്തില്ലേ? ഫിനാൻസ് കോസ്റ്റ് പോകത്തില്ലേ? നമ്മുടെ ഡീകമ്മീഷനിങ് ലയബിലിറ്റിയുടെ ഫിനാൻസ് കോസ്റ്റ് നമ്മൾ ചാർജ് ചെയ്തിട്ടില്ലേ? എത്രയാ?
1600 അല്ലേ, 10,000 നിന്ന് 11,600 പോയപ്പോഴുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 1,600. ഇത് സത്യം പറഞ്ഞാൽ എഴുതേണ്ട ആവശ്യമില്ല ഈ ക്വസ്റ്റ്യനിൽ, പക്ഷേ അവർ എഴുതിയേക്കുന്നതാണ്, നമ്മൾ എഴുതുന്നു എന്ന് മാത്രം. ഓക്കെ, ഇതൊരു ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, കാരണം രണ്ടും എക്സ്പെൻസ് ആണ്. ഞാൻ നെഗറ്റീവ് പോസിറ്റീവ് എന്നാണ് IC എഴുതിയേക്കുന്നത്, പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അത് എഴുതാൻ പോയ കൺഫ്യൂഷൻ ആവും, ഏത് നെഗറ്റീവ് എഴുതണം എന്നൊക്കെ ഡൗട്ട് ആവും. അതുകൊണ്ടാണ് ഞാൻ ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് എഴുതിക്കോളാൻ പറഞ്ഞത്. PP ഒരു ഡെബിറ്റ് ബാലൻസ് ഉണ്ട് 1,26,600, പ്രൊവിഷൻ്റെ ഒരെണ്ണം ഉണ്ട് 11,600 ക്രെഡിറ്റ് ബാലൻസ്, റിവാലുവേഷൻ റിസർവ് ഒരു 15,600 ഉണ്ട്, റീറ്റെയിൻ ഏർണിങ്സ് ഒരു 10,600 ഉണ്ട്. ഇതുവരെയുള്ള എൻറ്റയർ ഡിപ്രീസിയേഷനും ഫിനാൻസ് കോസ്റ്റും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ബാക്കി ഡേറ്റ്. എല്ലാവരും എഴുതിയില്ലേ? ഓക്കെ, ഇനി നോക്കിയേ. ഓൺ 31st March 2015. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ടേക്ക് എത്തണം അല്ലേ? എന്നാലല്ലേ നമുക്ക് അതനുസരിച്ച് ബാക്കി ഡേറ്റാസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 31/3/2014. അപ്പോൾ നമ്മൾ 31/3/2015 എത്താം. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ PP സൈഡ് എഴുതുക. PP ആംഗിളിലാണെങ്കിൽ PP ക്യാരിങ് എമൗണ്ട് ഇപ്പോൾ എത്രയാണ്? ക്യാരിങ് എമൗണ്ട് അസ് ഓൺ 31/3/2014 എത്രയാണ് നമ്മുടെ ക്യാരിങ് എമൗണ്ട്? 1,26,600. ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ ഇല്ലേ? ഒരു വർഷം നമ്മൾ എന്ത് ചാർജ് ചെയ്യണം? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. ഡിപ്രീസിയേഷൻ ഫോർ 1 year. കാരണം എന്താ? 31/3/2015 എത്തണ്ടേ? ഇത് ഡിപ്രീസിയേഷൻ എല്ലാവരും തന്നെ കണ്ടുപിടിക്കാവോ? നിങ്ങൾക്ക് കിട്ടുമോ നോക്കട്ടെ. നമ്മുടെ PP വാല്യൂവിൽ മാനുവലി ചേഞ്ച് വരുത്തിയല്ലോ അല്ലേ? കാരണം എന്താ? റീവാലുവേഷൻ ചെയ്തു. അപ്പോൾ പുതിയ ഡിപ്രീസിയേഷൻ എന്തായാലും കണ്ടുപിടിക്കണം. എത്രയായിരിക്കും ഡിപ്രീസിയേഷൻ? 1,26,600 എത്ര വെച്ച് ഡിവൈഡ് ചെയ്യണം? 37. മനസ്സിലായോ? എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? എങ്ങനെ മനസ്സിലായേ? നേരത്തെ നമ്മൾ 3 വർഷത്തെ ഡിപ്രീസിയേഷനാണ് ചാർജ് ചെയ്തത്, മൊത്തം 40 years ആണ്. അപ്പോൾ പിന്നെ ബാക്കി 37 ഡിവൈഡ് ബൈ 37 ഇൻറ്റു 1 year അല്ലേ? ഒറ്റ വർഷത്തെ എത്ര? 3,420 എന്ന് അതിനെ റൗണ്ട് ചെയ്യണം. റൗണ്ട് ഇങ്ങനെ തന്നെയാണോ കിട്ടുന്നത്? അല്ലല്ലോ, അതിനെ ഒരു 3,422 3,420 ആയിട്ട് റൗണ്ട് ചെയ്തോ. നമുക്ക് ഡീകമ്മീഷൻ ലയബിലിറ്റി എത്രയായിരുന്നു അന്നേരം കിട്ടിയ? 11,576നെ 600 ആക്കിയല്ലേ? അത് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നതുകൊണ്ട് ചെയ്തതാണ്. ഇതിനെ അവർ ഈ ചുമ്മാ അങ്ങ് റൗണ്ടും ചെയ്തു. എന്തായാലും ഇപ്പോൾ തൽക്കാലം ഈ ഫിഗേഴ്സൊക്കെ ഒന്ന് മൈൻഡ് വെച്ചേക്കുക, ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അവിടെ ഇവിടെ തോന്നിയ പോലെയൊക്കെ റൗണ്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾക്കും അന്നേരം തോന്നുന്ന പോലെ റൗണ്ട് ചെയ്തു. പറ്റുവാണെങ്കിൽ ഇത് ഓർത്ത് വെക്കാൻ നോക്കുക. എന്നടാ? റിട്ടേൺ ഏർണിങ്സിലേക്കാണ് പോകുന്നത്. ഇനിയിപ്പോൾ ഈ ക്വസ്റ്റിന് വേണ്ടി മാത്രം നമ്മൾ ഈ ഒരു ഇത് റിട്ടേൺ ഏർണിങ്സ് എഴുതിയാണ് കാണിക്കുന്നത്. വേറെ ക്വസ്റ്റ്യൻ റീവാലുവേഷൻ റിസർവിലേക്ക് തന്നെ പോകും ബാലൻസ് ഷീറ്റിലെ. P&L വരുന്ന എല്ലാ ഐറ്റങ്ങളും അതിൻ്റെ നെറ്റ് ഇഫക്റ്റാണ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ എന്ന് പറയുന്നത്. അതിന് നമ്മൾ ക്ലോസ് ചെയ്ത എല്ലാ വർഷവും റിട്ടേൺ ഏർണിങ്സിലേക്കല്ലേ മാറ്റുന്നത്. അതാ പ്രോഫിറ്റ് ഫോർ ദി ഇയറിൽ പോകുന്നതല്ലേ ഡിപ്രീസിയേഷനും ഇൻട്രസ്റ്റും എല്ലാം. അതാണ് നമ്മൾ റിട്ടേൺ ഏർണിങ്സിൽ മാറ്റിയത്. റീവാലുവേഷൻ റിസർവ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടല്ലേ എഴുതി വെച്ചേ. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഡിപ്രീസിയേഷൻ ഫോർ 1 year നമ്മൾ കുറയ്ക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ക്യാരിങ് എമൗണ്ട് ഓൺ 31/3/15 കിട്ടുന്നു. 31/3/15 1,23,180 ആണ് ക്യാരിങ് എമൗണ്ട്. ഓക്കെ അല്ലേ? പ്രൊവിഷൻ്റെ കൂടെ എഴുതാം അപ്പുറത്തെ സൈഡിൽ. പ്രൊവിഷൻ്റെ എഴുതിക്കോ. പ്രൊവിഷൻ്റെ ക്യാരിങ് എമൗണ്ട് ഓൺ 31/3/14 എന്ന് പറയുന്നത് എത്രയാണ്? 11,600 അല്ലേ നമ്മുടെ ഓപ്പണിംഗ് ക്യാരിങ് എമൗണ്ട്. കുറേ എഴുതാനുണ്ടല്ലേ. പ്രൊവിഷൻ എന്താ സംഭവിക്കുന്നത്? വീണ്ടും ഇൻട്രസ്റ്റ് വരും അല്ലേ? പ്ലസ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഫിനാൻസ് കോസ്റ്റ്. ഇതിൻ്റെ എത്ര ശതമാനമാണ്? 5%. അത് റൗണ്ട് ചെയ്തോണേ. 580നെ 600 ആക്കിയാൽ മതി. അങ്ങനെ തന്നെയല്ലേ അവരും മേളിൽ റൗണ്ട് ചെയ്തേ. ഇൻ ഹൺഡ്രഡ്സിലേക്കാണ് പ്രൊവിഷനെ റൗണ്ട് ചെയ്തത്, അതുകൊണ്ട് നമ്മളും ഇൻ ഹൺഡ്രഡ്സിലേക്ക് വീണ്ടും റൗണ്ട് ചെയ്തു. അപ്പോൾ എത്രയും മാറും? 12,200.
12,200. ഇതിന് രണ്ടിനും മാത്രമേ മാറ്റം സംഭവിക്കുകയുള്ളൂ, അതോ വേറെ എന്തെങ്കിലും ഐറ്റത്തിന് മാറ്റം സംഭവിക്കുമോ? നമ്മുടെ ബാലൻസുകൾ ഏതൊക്കെയാണ് ഉള്ളത്? നമ്മുടെ കയ്യിൽ PPE ഉണ്ട്, പ്രൊവിഷൻ ഉണ്ട്, റീവാലുവേഷൻ റിസർവ് ഉണ്ട്, റീറ്റേൺ ഏണിങ്സ് ഉണ്ട്. റീറ്റേൺ ഏണിങ്സിൽ പ്രോപ്പി ആൻഡിൽ വരുമ്പോൾ മാറ്റം സംഭവിക്കും. അത് പക്ഷേ നമുക്ക് റീറ്റേൺ ഏണിങ്സ് ഇപ്പോൾ വേണമെന്നില്ല. ലാസ്റ്റ് ചുമ്മാ സമ്മർ എഴുതുമ്പോൾ മാത്രം ചുമ്മാ ആവശ്യമില്ലാത്ത സാധനമാണ് സത്യം പറഞ്ഞാൽ റീറ്റേൺ ഏണിങ്സ്. ചുമ്മാ ഈസി എഴുതിയെന്നേ ഉള്ളൂ. പക്ഷേ റീവാലുവേഷൻ റിസർവിൽ എത്ര ബാലൻസ് ഉള്ളതെന്നും കൂടി നമ്മളൊന്ന് ജസ്റ്റ് എഴുതി വെക്കുന്നു. ഇത് ഈ ക്വസ്റ്റിന് റെലവൻസ് വരുന്നില്ല, എന്തുകൊണ്ടാണ് ഞാൻ പറയാം. പക്ഷേ സ്റ്റിൽ റീവാലുവേഷൻ റിസർവിൽ മാറ്റം വരുന്നുണ്ടോയെന്നും നമ്മളൊന്ന് അവെയർ ആയിരിക്കണം. എപ്പോഴും ഒരു പുതിയ ക്വസ്റ്റിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവെയർ ആയിരിക്കണം റീവാലുവേഷൻ റിസർവിൽ ചേഞ്ച് ഉണ്ടോ. അതിന് നമ്മൾ എങ്ങനെയായിരിക്കും അറിയുന്നത്? റീവാലുവേഷൻ റിസർവിൽ ചേഞ്ച് വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഫെയർ വാല്യൂ ഉണ്ടായിരിക്കണം, അല്ലാതെ വേറൊരു സാധനം അല്ല കമ്പനിക്കൊരു ഓപ്ഷൻ ഉണ്ടല്ലേ, എന്ത്? റീവാലുവേഷൻ റിസർവിൽ നിന്ന് കുറച്ച് എമൗണ്ട് എടുത്ത് റീറ്റേൺ ഏണിങ്സിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. വലിയ ലെങ്തി ക്വസ്റ്റൻ ആയതുകൊണ്ട് നമ്മൾ ആ ഓപ്ഷൻ എടുത്തില്ല എന്നുള്ള അസംഷനിലായിരിക്കും പോകുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഡാറ്റ വായിക്കാം. ഓക്കെ, ഓൺ 31st March 2015 ഈ ഡേറ്റിലെത്തി നമ്മൾ. ദ എൻറ്റിറ്റി എസ്റ്റിമേറ്റ്സ് ദാറ്റ് ആസ് എ റിസൾട്ട് ഓഫ് ടെക്നോളജിക്കൽ അഡ്വാൻസസ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഡീകമ്മീഷനിങ് ലയബിലിറ്റി ഹാസ് ഡിക്രീസ്ഡ് ബൈ ഇൻ 2 ഒക്കെ വായിച്ചോണം ക്ലിയർ ആയിട്ട്. ഓക്കെ, ഹാസ് ഡിക്രീസ്ഡ് ബൈ 5,000. എന്താ ഡിക്രീസ് ചെയ്തത്? എസ്റ്റിമേറ്റ് ആണോ ഡിക്രീസ് ആയത്? പ്രസൻറ്റ് വാല്യൂ ആണ് ഡിക്രീസ് ആയത്. മറ്റേ ക്വസ്റ്റ്യനിലെ പോലെ എസ്റ്റിമേറ്റിൻ്റെ ചേഞ്ച് അല്ല തന്നിരിക്കുന്നത്. നമ്മൾ ആ എസ്റ്റിമേറ്റിൻ്റെ ചേഞ്ചൊക്കെ എടുത്ത് നമ്മൾ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിച്ച് 5.04 കണ്ടുപിടിച്ച് എന്നിട്ട് നമ്മുടെ ക്യാരിങ് എമൗണ്ടുമായിട്ട് കമ്പയർ ചെയ്ത് എന്നിട്ട് നമുക്ക് കിട്ടിയില്ലേ 1.89, അതവർ നേരിട്ട് തന്നേക്കുവാണ് 5,000 എന്നും പറഞ്ഞു. മനസ്സിലായോ? അവിടെ ഇൻക്രീസ് ആണെങ്കിൽ ഇവിടെ ഡിക്രീസ് ആണ് തന്നിരിക്കുന്നത് 5,000. മനസ്സിലായോ? അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം എന്നുള്ളതാണ് വസ്തുത. നമ്മൾ നേരെ കൊണ്ട് എസ്റ്റിമേറ്റ് കൊണ്ട് ചേഞ്ച് ചെയ്ത് വീണ്ടും ഡിസ്കൗണ്ട് ചെയ്ത് കണ്ടുപിടിച്ച് ചേഞ്ച് ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നേരെ അവർ തന്നേക്കുവാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഡീകമ്മീഷനിങ് ലയബിലിറ്റി ഹാസ് ഡിക്രീസ്ഡ് ബൈ 5,000. അപ്പോൾ നമുക്ക് അതിൻ്റെ എൻട്രി നേരെ അങ്ങ് എഴുതിയാൽ മാത്രം മതി. എന്നെടുത്ത് എഴുതാവോ? ഡിക്രീസ് ഇൻ പ്രൊവിഷൻ ഈസ് ഈക്വൽ ടു ഡിക്രീസ് ഇൻ പ്രൊവിഷൻ ഈസ് ഈക്വൽ ടു 5,000. ഡിക്രീസ് ആണോ ഇൻക്രീസ് ആണോ, ഡിക്രീസ്ഡ് ബൈ ആണോ 2 ആണോ എന്നൊക്കെ നോക്കിക്കോണം. ഓക്കെ, ഡിക്രീസ് ഇൻ പ്രൊവിഷൻ ഈസ് ഈക്വൽ ടു 5,000. അപ്പോൾ ഇതിൻ്റെ ഒരു എൻട്രി നമ്മൾ ഇട്ടാൽ മതി അല്ലേ. എൻട്രി ഇടുമ്പോൾ പ്രൊവിഷൻ നമ്മൾ എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യണം. പ്രൊവിഷൻ റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ഇത് ഗിവൺ ആണ് എന്ന് എഴുതി വെച്ചായിരുന്നു. നിങ്ങൾ ഇനി വീട്ടിൽ പോയി നോക്കുമ്പോൾ ഇത് എവിടെ നിന്നൊന്നും ആലോചിക്കരുത്. ഇത് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് ഡിക്രീസ് ഇൻ പ്രൊവിഷൻ 5,000 ആണെന്ന്. നമ്മൾ പ്രൊവിഷൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം അല്ലേ. പ്രൊവിഷൻ ഡെബിറ്റഡ്. പ്രൊവിഷൻ ഡെബിറ്റഡ്. എത്ര ഡെബിറ്റ് ചെയ്യണം? 5,000 വേണം പ്രൊവിഷൻ നമ്മൾ ഡെബിറ്റ് ചെയ്യാനായിട്ട്. 2 എന്ത് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് നോക്കണം? വാല്യുവേഷൻ മോഡൽ നോക്കണം. മനസ്സിലായോ? അങ്ങനെ തന്നെ വേണം നിങ്ങളുടെ അപ്രോച്ച് പോകാനായിട്ട്. പ്രൊവിഷൻ കൂട്ടണമെങ്കിൽ 2 ചെയ്യുക, പ്രൊവിഷൻ ഇടുക. പ്രൊവിഷൻ കുറയ്ക്കണമെങ്കിൽ പ്രൊവിഷനെ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക എന്ത് മോഡലാണ് ഫോളോ ചെയ്യുന്നത്. കോസ്റ്റ് മോഡലാണെങ്കിൽ ധൈര്യമായിട്ട് എഴുതാം 2PP. പക്ഷേ ഇവിടെ എന്താണ്? റീവാലുവേഷൻ മോഡലാണ്. അപ്പോൾ നമ്മളോട് എന്ത് നോക്കണം എന്ന് ഞാൻ പറഞ്ഞു. നമ്മളിപ്പോൾ ഒരു ക്രെഡിറ്റിലാണ് നമ്മുടെ സാധനം ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ക്രെഡിറ്റിൽ ഒരു സാധനം വരുമ്പോൾ നമ്മൾ നോക്കുക എന്താണ്. ഇവിടെ നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല, കാരണം നേരെ റീവാലുവേഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യണം. കാരണം നമ്മൾ ആദ്യമേ ക്രിയേറ്റ് ചെയ്ത് എന്താണ്? റീവാലുവേഷൻ റിസർവ് ആണ്. അതുകൊണ്ട് വീണ്ടും നമ്മൾ അപ്വേഡ് ചെയ്യുന്ന പോലെയാണ് വീണ്ടും റീവാലുവേഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ എന്തായാലും പ്രൊവിഷനെ നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു 5,000. 2 നമ്മളൊരു സാധനം ക്രിയേറ്റ് ചെയ്യുകയാണ്, ക്രെഡിറ്റിൽ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓൾറെഡി നമ്മൾ ചെയ്ത റീവാലുവേഷൻ റിസർവ് ആണ്. അതുകൊണ്ട് വീണ്ടും റീവാലുവേഷൻ റിസർവ് തന്നെ ക്രെഡിറ്റ് ചെയ്യാം. മനസ്സിലായോ? 2 റീവാലുവേഷൻ റിസർവ്. നമ്മൾ ഇനീഷ്യലി അപ്വേഡ് ചെയ്തു, വീണ്ടും അപ്വേഡ് ചെയ്യുന്ന പോലത്തെ ഒരു ഇമ്പാക്റ്റ് ആണ് വരുന്നത്. 2 റീവാലുവേഷൻ റിസർവ് 5,000. ഇവിടെ എഴുതി വെക്കുക റീവാലുവേഷൻ മോഡൽ. മനസ്സിലാൻ വേണ്ടി നിങ്ങളുടെ മൈൻഡിൽ വരാൻ വേണ്ടി മാത്രം ഒന്ന് എഴുതി വെച്ചാൽ മതി. റീവാലുവേഷൻ മോഡൽ കാരണമാണ് നമ്മൾ റീവാലുവേഷൻ റിസർവ് ഇടുന്നത്, ഇല്ലെങ്കിൽ നമ്മൾ PPയിൽ വിട്ടേനെ. ക്രെഡിറ്റ് വന്നുകൊണ്ടാണ് നമ്മൾ വീണ്ടും റീവാലുവേഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഒന്ന് എഴുതി വെച്ചേ റീവാലുവേഷൻ റിസർവ് ആഫ്റ്റർ ജേണൽ എൻട്രി. റീവാലുവേഷൻ റിസർവ് ആഫ്റ്റർ ജേണൽ എൻട്രി ഈസ് ഈക്വൽ ടു, വലിയ ക്വസ്റ്റൻ ആയതുകൊണ്ട് ഇടയ്ക്ക് ട്രാക്ക് ചെയ്തില്ലെങ്കിൽ
കയ്യിൽ നിന്ന് പോകുക. റിവാലുവേഷൻ റിസർവ് ആഫ്റ്റർ ജേണൽ എൻട്രി ഈസ് ഈക്വൽ ടു എത്രയായിരുന്നു നമ്മുടെ ആദ്യം ഉണ്ടായിരുന്നത്? ആ സമ്മറി ഓഫ് ബാലൻസ് എഴുതിയാൽ പിന്നെ അതിൻ്റെ മേലേക്ക് പോയി നോക്കണ്ട കേട്ടോ. അതിൻ്റെ മേലേക്ക് നോക്കണ്ട, സമ്മറി ഓഫ് ബാലൻസിൽ പോയി നോക്കിയാൽ മതി. എത്രയാണ്? 15,600 പ്ലസ് എത്രയാ? പുതിയൊരു 5,000 കൂടെ വന്നു. മൊത്തം ഇപ്പോൾ എത്രയാണ്? 2,600 അല്ലേ? നമ്മുടെ പ്രൊവിഷൻ ആഫ്റ്റർ ജേണൽ എൻട്രി, ബിഫോർ ജേണൽ എൻട്രി എത്രയാണ്? അല്ലല്ലല്ല, അതും കഴിഞ്ഞ് നമ്മൾ ചേഞ്ച് വരുത്തി 12,200 ആയി. 11,600 ഒക്കെ 13/3/2014 അതിനുശേഷം ഇൻട്രസ്റ്റ് വന്നു 12,200. അതിനൂടെ പ്രൊവിഷൻ കുറയുമല്ലേ ചെയ്തേ? ഡിക്രീസ്ഡ് ബൈ 5,000 ആണ്. പ്രൊവിഷൻ കുറഞ്ഞ് 7,200 ആയി മാറി നമ്മുടെ പ്രൊവിഷൻ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ നമ്മുടെ ഡീകമ്മീഷൻ ലയബിലിറ്റിയുടെ വാല്യൂ ചേഞ്ച് ആയി അല്ലേ? ഡീകമ്മീഷൻ ലയബിലിറ്റിയുടെ വാല്യൂ ചേഞ്ച് ആയി. അതുകൊണ്ട് തന്നെ ഇവർ പി പിനെ എന്ത് ചെയ്യുവാണ്? ഒന്ന് റീവാല്യൂ ചെയ്ത് നോക്കുവാണ്. ഇപ്പോൾ പി പിയുടെ വാല്യുവേഷനിൽ എന്തെങ്കിലും ചേഞ്ച് വരാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കുവാണ്. ഇപ്പോൾ പി പിയുടെ രണ്ടാമത്തെ റീവാല്യുവേഷനാണ് നടക്കുന്നത്. ഓക്കെ, the entity decides that a full valuation of the asset is needed at 31st March 2015. അതേ ഡേറ്റിൽ തന്നെയാണ്. ഓക്കെ, ഇതെല്ലാം 31st March 2015 നടക്കുന്നത്. ഇവിടെ തൊട്ട് 31st March 2015 ഡേറ്റാസ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഫുൾ വാല്യുവേഷൻ ചെയ്യാൻ പോവുകയാണ്. ഇൻ ഓർഡർ ടു എൻഷുവർ ദാറ്റ് ദ ക്യാരിങ് എമൗണ്ട് ഡസ് നോട്ട് ഡിഫർ മെറ്റീരിയലി ഫ്രം ദ ഫെയർ വാല്യൂ. എന്തായാലും ഫെയർ വാല്യൂവിൽ കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്നു എന്ന് മാത്രം ഓർത്താൽ മതി. ആവശ്യമില്ലാത്ത കുറേ ഡേറ്റാസാണ്. ദ അസറ്റ് ഈസ് നൗ, ബാക്കി വായിക്കണമെങ്കിൽ, asset is now valued at 107,000 which is net of an allowance for the reduced decommissioning liability. നേരത്തെ പോലെ തന്നെ ഇതും എന്താണ്? റെഡ്യൂസ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് 107,000. അപ്പോൾ നമുക്ക് ഫെയർ വാല്യൂ കണ്ടുപിടിക്കാം. എഴുതിക്കോ, ഫെയർ വാല്യൂ ഓഫ് പവർ പ്ലാന്റ് അല്ലേ? ഫെയർ വാല്യൂ ഓഫ് പവർ പ്ലാന്റ്. ഞാൻ എക്സ് ഒന്നും ഇന്നെ ഇടുന്നില്ല, കാര്യം മനസ്സിലായല്ലോ. ഫെയർ വാല്യൂ ഓഫ് പവർ പ്ലാന്റ് 131,315 ഈസ് ഈക്വൽ ടു, അവർ തന്നിരിക്കുന്ന ഫെയർ വാല്യൂ ആദ്യം എഴുതണം അല്ലേ? ഫെയർ വാല്യൂ ഓഫ് പവർ പ്ലാന്റ് 131,3,2015. അവർ തന്നിരിക്കുന്ന എത്രയാണ്? 107,000 അല്ലേ? ഇതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യണം? നമ്മൾ പ്രൊവിഷൻ ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ പ്രൊവിഷൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന ബാലൻസ് എത്രയാണെന്ന് അറിയണ്ടേ? 7,200. ആ എൻട്രിക്കെല്ലാം ശേഷം, അതുകൊണ്ടാണ് ഞാൻ എൻട്രിക്ക് ശേഷമുള്ള ബാലൻസുകൾ കണ്ടുപിടിച്ചത്. ഇല്ലേ നിങ്ങൾ എന്ത് ചെയ്യും? അറിയാണ്ട് പോയി വീണ്ടും 12,200 പോയി എടുക്കും. അതെടുത്താൽ തെറ്റിപ്പോവും. കാരണം ആദ്യം നമ്മൾ പ്രൊവിഷനെ റെഡ്യൂസ് ചെയ്തിട്ടാണ് പിന്നെ റീവാല്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റീവാല്യൂ ചെയ്തപ്പോൾ എമൗണ്ട് എത്ര വന്നു? 1,14,200 അല്ലേ? നമ്മുടെ പി പിയുടെ ഇപ്പോഴത്തെ ബാലൻസ് എത്രയാണ്? അതൊക്കെയായിരുന്നു ഈ ക്വസ്റ്റിൻ്റെ പ്രശ്നം. നമ്മൾ ബാലൻസുകൾ ട്രാക്ക് ചെയ്യാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. 1,26,000 23,180 അല്ലേ? 26 എവിടെ നിന്ന് വന്നേ? അത് പഴയ അതെല്ലാം കഴിഞ്ഞ് പി പിക്ക് ഡിപ്രീസിയേഷൻ വന്നു. ഓക്കെ, 1,23,180. ഓക്കെ, അപ്പോൾ നമ്മുടെ റീവാലുവേഷൻ 1,23,180. അപ്പോൾ ഡൗൺവേർഡ് ആണല്ലേ? അപ്പോൾ റീവാലുവേഷൻ ലോസ് ആണ് വരുന്നത്. എഴുതിക്കോ, റീവാലുവേഷൻ ലോസ്. ഫെയർ വാല്യൂ മൈനസ് ക്യാരിങ് എമൗണ്ട്. ഫെയർ വാല്യൂ എത്രയാണ്? 1,14,200 ആണ്. പക്ഷേ നമ്മുടെ ക്യാരിങ് എമൗണ്ട് എത്രയാണ്? 1,23,180 ആണ്. എഴുതി കഴിയുമ്പോഴേ നിങ്ങൾക്ക് കത്തത്തുള്ളൂ. ഞാൻ അറിയാവുന്നതുകൊണ്ട് നേരത്തെ അങ്ങനെയൊക്കെ പറഞ്ഞു റീവാലുവേഷൻ ലോസ്. എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ? ഫെയർ വാല്യൂവിനേലും കുറവാണ്, ക്യാരിങ് എമൗണ്ടിനേലും കുറവാണ് നമ്മുടെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് റീവാലുവേഷൻ ലോസ് ആണ് വരുന്നത്. റീവാലുവേഷൻ ലോസ് ഈസ് 8,980 അല്ലേ? ഇത് നമ്മൾ എവിടെ ചാർജ് ചെയ്യേണ്ടി വരും പറയാമോ? കാരണം എന്താ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്ര ഇരിപ്പുണ്ട് റീവാലുവേഷൻ റിസർവ്? 2,600 ഇരിപ്പില്ലേ? ഇത് സബ്സിക്വൻറ്റ് ഡൗൺവേർഡ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇനീഷ്യലി അപ്വേർഡ് ചെയ്തു, അപ്പോൾ ഇനീഷ്യലി 2 തവണ അപ്വേർഡ് ചെയ്ത് 2,600 ആക്കി മാറ്റി റീവാലുവേഷൻ റിസർവ്. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യുവാണ്? ഡെബിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഡെബിറ്റ് ചെയ്യാൻ പോകുമ്പോൾ എത്ര റീവാലുവേഷൻ റിസർവ് ഉണ്ടോ അത്രയും റീവാലുവേഷൻ റിസർവിൽ ഡെബിറ്റ് ചെയ്യാം. അപ്പോൾ ബ്രാക്കറ്റിൽ എഴുതുക, ഡെബിറ്റ് റീവാലുവേഷൻ റിസർവ് OCI.
അല്ലെങ്കിൽ റെഡ്യൂസ് ഫ്രം റീവാലുവേഷൻ റിസർവ് എന്ന് അങ്ങനെ വേണമെങ്കിലും എഴുതാം. PP റെഡ്യൂസ് ചെയ്യണം, അപ്പോൾ 2PP എന്ന് എഴുതണം. PP റെഡ്യൂസ് ചെയ്യാനായിട്ട് 8890 ആണ്. അപ്പോൾ നമ്മൾ എന്തോ ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കണം ഓൾറെഡി റീവാലുവേഷൻ റിസർവ് ഉണ്ടോ എന്ന്. ഉണ്ട് ആവശ്യത്തിന്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, റീവാലുവേഷൻ റിസർവിൽ തന്നെ മുഴുവൻ ഡെബിറ്റ് ചെയ്യാം 8090. ഇങ്ങനെ തന്നെ നിങ്ങളുടെ ത്രോട്ട് പോകണം. ഓക്കെ, ജസ്റ്റ് സമ്മറി ഓഫ് ബാലൻസും കൂടെ എഴുതി വൈൻഡപ്പ് ചെയ്യാം. ഇത്രയുള്ള പരിപാടി. സമ്മറി ഓഫ് ബാലൻസസ്. സമ്മറി ഓൺ 31/3/2015. നമ്മൾ ശരിക്കും 2 വർഷമേ ശരിക്കും ചെയ്തിട്ടുള്ളൂ. 31/3/2014 ബാലൻസുകളും 31/3/2015 ബാലൻസുകളും. 31/3/2015. PP ഉണ്ട്, പ്രൊവിഷൻ ഉണ്ട്, റീവാലുവേഷൻ റിസർവ് ഉണ്ട്, റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ട്. ശ്രദ്ധിച്ച് നോക്കിക്കേ PPയുടെ ബാലൻസ് ഇപ്പോൾ എത്രയാണെന്ന്. എത്രയാ പറയാമോ? 114,200. കാരണം എന്താ, നമ്മൾ PPനെ റീവാല്യൂ ചെയ്തില്ലേ, ഫെയർ വാല്യൂയിലേക്കാക്കി 114,200 പ്രൊവിഷൻ്റെ ബാലൻസ് 7,200. പ്രൊവിഷൻ നമ്മൾ എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്ത് 7,200 ആക്കി മാറ്റി. പ്രൊവിഷൻ ആഫ്റ്റർ ജേണൽ എൻട്രി എന്ന് എഴുതിയിട്ടുണ്ട് നമ്മൾ. ഇത് ഡെബിറ്റും ഇത് ക്രെഡിറ്റും ആയിരിക്കും. റീവാലുവേഷൻ റിസർവോ 2,600 ആയിരുന്നു. അതിനുശേഷം നമ്മൾ എത്ര റെഡ്യൂസ് ചെയ്തു? അല്ല, 2,600 നിന്ന് 8,980 നമ്മൾ റെഡ്യൂസ് ചെയ്തു. 2,600 അല്ലേ? അതെ, 5,000 ഇമ്പാക്റ്റ് വരുത്തിയതിന് ശേഷമാണ് 2,600 വന്നത് അല്ലേ? 2,600 നിന്ന് നമ്മൾ 8,980 കുറച്ചു. 2,600 മൈനസ് 8,980 11,000. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? റീവാലുവേഷൻ റിസർവ് റിട്ടേൺ ഏർണിങ്സ് നേരത്തെ എത്രയായിരുന്നു? കഴിഞ്ഞ വർഷം 10,600 ആയിരുന്നു അല്ലേ? അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? ഡിപ്രീസിയേഷൻ വന്നല്ലേ? അത് വീണ്ടും ഒരു എക്സ്പെൻസ് അല്ലേ? ഓൾറെഡി എക്സ്പെൻസ് ആണ് കിടക്കുന്നത് എല്ലാം. അതിൻ്റെ കൂടെ ഡിപ്രീസിയേഷൻ വന്നു. എത്ര? 3,420 വന്നു. പിന്നെ എന്തും വന്നു? ഇൻട്രസ്റ്റും വന്നല്ലേ? ഇൻട്രസ്റ്റ് എത്ര വന്നു? 600 വന്നല്ലേ? എല്ലാം കൂടി കൂട്ടി. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇതെല്ലാം എഴുതാൻ പോകുന്നതാണ് ഈ ക്വസ്റ്റ്യൻ ലെങ്തി ആകാനുള്ള വേറൊരു റീസൺ. 14,620 എത്രയാ? ഇതൊരു ഡെബിറ്റ് ബാലൻസ് ആണ് അല്ലേ? ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്.